അസ്സലാമു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രണ്ട് ഫ്ലേവറിലുള്ള ചായൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒന്ന് വാനില ടീ, ഒന്ന് ചോക്ലേറ്റ് ടീ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രണ്ട് ചായകളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം 1 കപ്പ് പാല് എന്നുള്ള അളവിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് പാല് അളവ് കൂട്ടി കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പാല് തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം പാല് തിളക്കാനാവുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നമുക്ക് എത്രത്തോളം സ്ട്രോങ് വേണോ അത്രത്തോളം നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചായപ്പൊടി ഇട്ട് കൊടുക്കുക. സ്ട്രോങ്ങും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനൊന്നും അളവില്ല കേട്ടോ. അളവ് പറയാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നന്നായിട്ട് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. എന്നാലേ ചായക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും പലരും ചായ ഉണ്ടാക്കാറുള്ളത്. ഞാൻ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തന്നെയാണ് ചായ എടുക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ചായ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഞാനിപ്പോൾ ഇവിടെ വാനിലയാണ് എടുത്തിട്ടുള്ളത്. ഈ വാനില 1 കപ്പിലേക്കാണെങ്കിൽ 1 or 2 തുള്ളി മതി കേട്ടോ. കൂടുതലാവണ്ട. കൂടുതലായി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ടേസ്റ്റ് ആവും ഇതിന്. അപ്പോൾ ഒരു ചെറിയ ടേസ്റ്റാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ 2 ഡ്രോപ്പ് ഒഴിക്കുക. ഇനി മറ്റേ കപ്പിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കൊക്കോ പൗഡർ അല്ലെങ്കിൽ നിങ്ങൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 2 കപ്പിലേക്ക് 2 ഫ്ലേവറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ചായയാണ് കേട്ടോ അത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചായ ഒഴിച്ചു കൊടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ചായ തിളപ്പിക്കുന്ന സമയത്തൊന്നും ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ കപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചായ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ചായ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കുക കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചായക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.